എടേ എമ്പുരാൻ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇൻട്രവെല്ലാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കുറേ നാളായി ഒരു ഇൻട്രവെല്ലിനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പടം ഭയങ്കര ബ്രഹ്മാണ്ഡ മേക്കിംഗ് ആണ്. ഇതിപ്പോൾ 200 കോടിയൊക്കെ സിനിമയ്ക്കകത്ത് കാണുന്നുണ്ട്. ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ്. പല പല രാജ്യങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ ലൂസിഫറിൽ കണ്ട ഒരു നാടൻ തനിമയൊന്നും അല്ല ഈ സിനിമയ്ക്കകത്ത്. ഇതിനകത്ത് കുറച്ച് റഷ്യയിലെ ഇറാഖിലെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നോർമൽ ഓഡിയൻസിന് എത്രത്തോളം ദഹിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. മൊത്തത്തിൽ ഒരു വാരിക്കൂട്ടിയിട്ട് കത്തിച്ച ഒരു ഫീലാണ് ഇത്ര നേരമായിട്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ്റെയൊക്കെ ഗംഭീരമായിട്ടുള്ള ഇൻട്രോയൊക്കെയാണ്. ലാലേട്ടനെ കാണിക്കുന്ന സീനൊക്കെ മറ്റേ ആളിക്കത്തിക്കണമെന്നൊക്കെ പറയില്ല, ആ ലെവലിലൊക്കെ കത്തിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും എവിടെയൊക്കെ എന്തൊക്കെ ചില തകരാറ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സിനിമ തുടങ്ങിയപ്പം തന്നെ ഒരു 10, 15, 20 മിനിറ്റോളം തന്നെ ചില സംഭവങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കാണിക്കുന്നുണ്ട്, ചില കലാപവുമായിട്ട് ബേസ് ചെയ്ത്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതി. പക്ഷേ അത് അത്രയൊക്കെ എന്തിനാണ് നീട്ടിപ്പിടിച്ച് കാണിക്കുന്നത്? ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ലാലേട്ടനെ തന്നെ കാണിച്ചത്. ഭയങ്കര ഒത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു ഫീലുണ്ട്. ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിലെ കുറേ സംഭവങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് കൈയടിക്കാൻ പറ്റിയ 1-2 സീനൊക്കെ ഉണ്ട്. പിന്നെ ഇൻ്റർവെല്ലൊരു വൺ പഞ്ചൊക്കെ ഇട്ടാണ് ഇൻ്റർവെൽ അവസാനിക്കുന്നത്. അപ്പം നമുക്ക് പ്രതീക്ഷ ഇനി സെക്കൻഡ് ഹാഫിലോട്ട് ആണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു 50-50 ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്.